ഹായ് ഓൾ, ഞാൻ ജിൻസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 7 യൂസ്ഫുൾ കിച്ചൺ ടിപ്സ് ആണ്. അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടായി കൂടെ നിൽക്കുമല്ലോ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ടിപ്പ് നമ്പർ 1, ചേന അരിയുമ്പോൾ കൈകളിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റാൻ അരിയുന്നതിന് മുൻപ് കൈകളിൽ വെളിച്ചെണ്ണ പുരട്ടുന്നത് നന്നായിരിക്കും. ടിപ്പ് നമ്പർ 2, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മയം കിട്ടുന്നതിന് വേണ്ടി ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ടിപ്പ് നമ്പർ 3, നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു പ്രോബ്ലമാണ് പഞ്ചസാരയിൽ ഉറുമ്പ് കയറുക എന്നുള്ളത്. പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കുന്നതിന് വേണ്ടി 2-3 ഗ്രാമ്പു ആ പഞ്ചസാര ടിന്നിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. നമ്മുടെ മിക്സിയുടെ ജാറിന് മൂർച്ച കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ കുറച്ചധികം ഉപ്പ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം അടപ്പ് മാറ്റി ഉപ്പ് ഒരു പാത്രത്തിലിട്ട് കൊടുക്കുക. ജാർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. ബ്ലേഡ് ഷാർപ്പായി വന്നിട്ടുണ്ട്. ടിപ്പ് നമ്പർ 5, പച്ചമുളക് കേടാകാതെ ഇരിക്കാനുള്ള ഒരു ടിപ്പാണ്. പച്ചമുളക് നന്നായി കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം അതിൻ്റെ ഞെട്ടൊക്കെ കളയുക. എന്നിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് അതിൽ പച്ചമുളക് ഇടുക. അതിന് മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ കൂടെ ഇടുക. ഇടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ അടുപ്പിൽ വെള്ളം ഇരിക്കുന്നത് കാണാം. അത് ഒന്നുകൂടി തുടച്ച് മുകളിലിരിക്കുന്ന ടിഷ്യൂ പേപ്പർ ഒന്നുകൂടി മാറ്റി വെച്ചാൽ കുറച്ച് നാൾ കൂടെ പച്ചമുളക് കേടാകാതെ ഇരിക്കും. ടിപ്പ് നമ്പർ 6, ഇനി കടല വെള്ളത്തിൽ ഇടാൻ മറന്നാലും കുഴപ്പമില്ല. ഒരു പാത്രത്തിൽ കടലയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് 1/2 അവർ അടച്ചു വയ്ക്കുക. 1/2 അവറിന് ശേഷം നന്നായി സോക്കായി വരുന്നത് കാണാം. ടിപ്പ് നമ്പർ 7, ഉരുളക്കിഴങ്ങും ഉള്ളിയും പെട്ടെന്ന് കേടാകുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒരുമിച്ച് സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇവ രണ്ടും ഈർപ്പവും പുറത്തുവിടുന്നവയാണ്. അത് അവയെ വേഗത്തിൽ നശിപ്പിക്കുന്നു. അതിനാൽ അവയെ പ്രത്യേകം സൂക്ഷിക്കുന്നതാണ് നല്ലത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.